ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻസ് പറഞ്ഞിരുന്നു. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ലൈബ്രറി ഫംഗ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ അവരുടെ റിക്വയർമെന്റിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒരു പ്രോഗ്രാമിൽ സി പ്രോഗ്രാമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അന്നേരം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം എങ്ങനെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒരു സി ഫംഗ്ഷൻ നമ്മൾ റൈറ്റ് ചെയ്യുന്ന നേരത്ത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കണം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, പിന്നെ ഫംഗ്ഷൻ കോൾ. ഈ മൂന്ന് കാര്യങ്ങളും മെയിൻ ഫംഗ്ഷനെ കൂടാതെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സബ് ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ എഴുതുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പൈലറിനോട് പറയുവാണ്, നമ്മുടെ ഫംഗ്ഷൻ നമ്മളൊരു മെയിൻ ഫംഗ്ഷൻ അല്ലാതെ വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ പേര് ഇതാണ്, അതിൽ ഇത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വേരിയബിൾസ് ആ ഫംഗ്ഷനിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ ഏതൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്. ആ വേരിയബിൾസും അതിന്റെ ടൈപ്പും പറയണം. പിന്നെ ഏത് ടൈപ്പ് വാല്യൂ ആണ് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളതും കൂടി പറയണം. അപ്പം മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് വാല്യൂ ആണ്, ഇൻറ്റിജർ വാല്യൂ ആണോ, ഫ്ലോട്ട് ആണോ, അതോ ഫംഗ്ഷൻ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഫംഗ്ഷൻ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത്, വോയിഡ്. അപ്പം അത് പറയണം, ഫംഗ്ഷന്റെ പേര് പറയണം, എത്ര ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ടൈപ്പും കൂടി നമ്മൾ പറയണം. ഇവിടെ അതിന്റെ സിന്റാക്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയും. ആദ്യം റിട്ടേൺ ടൈപ്പ് പറയുക, എന്നിട്ട് ഫംഗ്ഷൻ നെയിം പറയുക, പിന്നെ ആർഗ്യുമെന്റ്സ്. ഇപ്പൊ നമ്മുടെ ഈ പെർട്ടിക്കുലർ സിന്റാക്സിൽ 2 ആർഗ്യുമെന്റ്സേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിൽ നമുക്ക് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ ആർഗ്യുമെന്റ് 1 ഉണ്ട്, അതിന്റെ ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആർഗ്യുമെന്റ് അത് ഇൻറ്റിജർ ഡാറ്റ ആണോ, ക്യാരക്ടർ ആണോ, ഫ്ലോട്ട് ആണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തിരിച്ച് ആർഗ്യുമെന്റ് 2 അതിന്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷനിൽ ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ ഇവിടെ ഒരു സെമിക്കോളൻ കൊടുക്കണം. ഇപ്പൊ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ നമ്മൾ മറക്കരുത്, സെമിക്കോളനും കൂടി കൊടുക്കണം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് 2 വേരിയബിൾസ് വേണം, 2 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പൊ ഫസ്റ്റ് വേരിയബിൾ നമ്മൾ എക്സ് എന്ന് എടുത്തു, സെക്കൻഡ് വേരിയബിൾ വൈ എന്ന് എടുത്തു. അത് ഇൻറ്റീജർ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇന്റ് എക്സ് കോമ ഇന്റ് വൈ 2 വേരിയബിൾ. പിന്നെ ഫംഗ്ഷന്റെ പേര് ആഡ് നമ്പേഴ്സ്, ഇത് യൂസർ കൊടുക്കുന്ന പേരാണ് ആഡ് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു വേരിയബിൾ നെയിമിംഗ് ചെയ്യാൻ നേരത്ത് വരുന്ന അതേ റൂൾസ് തന്നെ ഇവിടെയും ബാധകമാണ്. ഇനി 2 നമ്പേഴ്സ്, 2 ഇൻറ്റീജർ നമ്പറിന്റെ സമ്മ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഉറപ്പായിട്ടും എന്ത് തന്നെയാണ്, ഇൻറ്റീജർ ആണ്. അപ്പൊ അതിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും, ഇന്റ് വാല്യൂ തന്നെയായിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പിന്നെ ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഇവിടെ 2 ആർഗ്യുമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, എക്സ് വൈ, അതിന്റെ ടൈപ്പ്. പിന്നെ ഇവിടെ ഒരു സെമിക്കോളനും കൂടി കൊടുക്കണം. ഇനി ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ സമയത്ത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ സാധാരണ എഴുതുന്നത് മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട്, മെയിൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഹാഷ് ഇൻക്ലൂഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഗ്ലോബൽ ഡിക്ലറേഷൻ വരുന്ന സ്ഥലത്താണ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുക്കുന്നത്. അന്നേരം നമ്മൾ ഈ വേരിയബിൾസിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഓപ്ഷണലാണ്. ഈ നെയിം ഓഫ് ആർഗ്യുമെന്റ്സ് എന്നുള്ളത് ഓപ്ഷണലാണ്. വെറുതെ എക്സ് വൈ എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ടോ അതിന്റെ ടൈപ്പ് നമ്മൾ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താലും മതിയാകും. വേരിയബിളിന്റെ പേര് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ ഇല്ല. അപ്പം ഫംഗ്ഷൻ ഡിക്ലറേഷൻ പറഞ്ഞു. ഇനി അടുത്ത് പറയുന്ന പോയിന്റ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോഡാണോ ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, നമ്മളൊരു ഫംഗ്ഷൻ എന്ത് ടാസ്കിന് വേണ്ടിയിട്ടാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്ന കോഡ് അത് വരുന്നത് എവിടെയായിരിക്കും, ഫംഗ്ഷൻ ഡെഫിനിഷന്റെ അകത്തായിരിക്കും വരുന്നത്. ഒരു ഫംഗ്ഷന് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ കൺട്രോൾ വരുന്നതും ഈ പോർഷനിലേക്കായിരിക്കും, ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്കായിരിക്കും വരുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ സിന്റാക്സ് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ടൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും വരണം. റിട്ടേൺ ടൈപ്പ് പറയണം,
ഫംഗ്ഷൻ നെയിം പറയണം, പാരാമീറ്റർ ലിസ്റ്റ് പറയണം. ഇവിടെ ഒരു കോമ ഇല്ല, സോറി സെമിക്കോളൻ ഇവിടെ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫംഗ്ഷൻ ബോഡി എഴുതുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ടാസ്ക് ആണോ പെർഫോം ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഫംഗ്ഷൻ ബോഡിയിൽ കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫംഗ്ഷൻ ഹെഡർ, പിന്നെ ഒന്ന് ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ പറയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഫംഗ്ഷൻ ഹെഡറിലും പറയുന്നത്. അതിൻ്റെ അകത്ത് റിട്ടേൺ ടൈപ്പ് പറയണം, ഫംഗ്ഷന്റെ പേര് പറയണം, പിന്നെ പാരാമീറ്റേഴ്സും പറയണം. ഇവിടെ പാരാമീറ്റേഴ്സിന്റെ നെയിം നമ്മൾ ഡിക്ലറേഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു നെയിം ഓഫ് ആർഗ്യുമെന്റ്സ് എന്നുള്ളത് ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ പാരാമീറ്റർ വേരിയബിൾ ഡിക്ലറേഷൻ എങ്ങനെ കൊടുക്കുന്നു അതേപോലെ തന്നെ നമ്മളിവിടെ പറയണം. വേരിയബിൾ എക്സ് വൈ എ ബി സി ഡി എന്നുള്ള പേര് വേരിയബിൾ നെയിം ഇവിടെ നിർബന്ധമാണ്. പിന്നെ ഇവിടെ സെമിക്കോളൻ ഇല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മെയിനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫംഗ്ഷൻ ബോഡി എഴുതുക. അതായത് എന്ത് കോഡ്, രണ്ട് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് വൈ വേരിയബിളിൽ നമുക്ക് വാല്യൂ ഉണ്ട്. ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു, റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്തു, സമ്മിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ ആണ് ഇതിനെ കോൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കോളിംഗ് ഫംഗ്ഷനിലേക്ക് നമ്മൾ സം എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്തു. അപ്പം ഒരു ഫംഗ്ഷനിൽ വാല്യൂ റിട്ടേൺ ടൈപ്പ് ഇന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. ഫംഗ്ഷനിൽ വാല്യൂ റിട്ടേൺ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ടൈപ്പ് എന്തായിട്ട് യൂസ് ചെയ്യാം, വോയിഡ് ആയിട്ട് യൂസ് ചെയ്യാം. VOID, വോയിഡ് എന്നുള്ള റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്യാം. ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈപ്പ് പറയുക, വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ വോയിഡ് എന്ന് കൊടുക്കുക. റിട്ടേൺ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് വോയിഡ് ആണ്. ഒരു വാല്യൂ മാത്രമേ ഒരു ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ഫംഗ്ഷനിൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. എത്ര റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എങ്കിലും എഴുതാം, പക്ഷെ ആദ്യം കാണുന്ന ആ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു ഇഫ് എൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ റിട്ടേൺ എഴുതുവാണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് ബ്ലോക്ക് ആണോ ആ ബ്ലോക്കിൽ കിടക്കുന്ന റിട്ടേൺ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ ഒരു വാല്യൂ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ സം കോമ എന്ന് പറഞ്ഞുകൊണ്ട് 2-3 വേരിയബിൾസ് എഴുതാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഒരു വാല്യൂ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ഈ സ്ട്രക്ചർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ എന്ത് ടാസ്ക് ആണോ പെർഫോം ചെയ്യേണ്ടത് അത് നമ്മൾ എഴുതുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ്. ഇനി ഫംഗ്ഷൻ ഹെഡർ, ഫംഗ്ഷൻ ബോഡി എന്ന് രണ്ടായിട്ട് നമുക്ക് പറയാം. ഫംഗ്ഷൻ ഹെഡർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫംഗ്ഷൻ ഹെഡറിനെ കുറിച്ച് പറയാനായിട്ട് എക്സാമിന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ഫംഗ്ഷൻ നെയിം ഉണ്ട്, പാരാമീറ്റർ ലിസ്റ്റ് ഉണ്ട്. ഫംഗ്ഷൻ ബോഡിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് എഴുതുന്നുണ്ട്. ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റും കൂടി കൊടുക്കുക. ഒരു വാല്യൂ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫംഗ്ഷൻ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ ടൈപ്പ് വോയിഡ് ആയിട്ട് തന്നെ കൊടുക്കുക. ഇനി ഫംഗ്ഷൻ ഡിക്ലറേഷൻ പറഞ്ഞു, ഫംഗ്ഷൻ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫംഗ്ഷൻ, ഇവിടെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഫംഗ്ഷൻ ഹെഡർ എന്താണ്, റിട്ടേൺ ടൈപ്പ് എന്താണ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫംഗ്ഷൻ കോൾ. ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ഫംഗ്ഷനെ നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമിന്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഫംഗ്ഷൻ നെയിം പറയുക. അതിന്റെ സിന്റാക്സ് നമുക്കുണ്ട്. ഫംഗ്ഷൻ നെയിം പറയുക, പിന്നെ പാരാമീറ്റർ ലിസ്റ്റ്, അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഹെഡറിൽ വരുന്ന പാരാമീറ്റർ ലിസ്റ്റും ഈ ഫംഗ്ഷൻ കോളിൽ വരുന്ന പാരാമീറ്റർ ലിസ്റ്റും കൂടി മാച്ച് ചെയ്യണം. അവിടെ നമ്മൾ 2 ഇൻറ്റീജർ വാല്യൂ കൊടുത്ത്, ടൈപ്പ് ഒന്നും നമ്മൾ പറയണ്ട, വാല്യൂ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. ഇവിടെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് എക്സും വൈയും 2 വേരിയബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിനും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എക്സിനും വാല്യൂ നമ്മൾ പാസ് ചെയ്യണം, വൈക്കും നമ്മൾ വാല്യൂ പാസ് ചെയ്യണം. അപ്പം ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ എത്ര പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ കോളിൽ കൂടി നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് എത്രയായിരുന്നു, 2 വേരിയബിളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, 2 വാല്യൂസ് പാസ് ചെയ്യണം ആ വേരിയബിളിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആഡ് 10,15 പിന്നെ സെമിക്കോളൻ. ഇത് ഒരു ഫംഗ്ഷൻ വാല്യൂ ഒന്ന് റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ ഫംഗ്ഷന്റെ പേര് പറയുക, പാരാമീറ്റർ ലിസ്റ്റ് മാത്രം പറഞ്ഞാൽ മതിയാകും. ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, വാല്യൂ വെറുതെ പ്രിന്റ് ചെയ്ത് പോകുവാണെങ്കിൽ പ്രശ്നമില്ല. ആ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അന്നേരം വേരിയബിൾ നെയിം പറയുക = ഫംഗ്ഷൻ നെയിം
ഇവിടെ പാരാമീറ്റർ ലിസ്റ്റ്, പിന്നെ ഒരു സെമിക്കോളൻ. ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഇത്രയും പോർഷനാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് കൺട്രോൾ പോകും, ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോളിന് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, കോൾ ബൈ വാല്യൂ ഉണ്ട്, കോൾ ബൈ റെഫറൻസും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം ഇതാണ് നമ്മളൊരു സി ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നുള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം. ഈ മെയിൻ തുടങ്ങുന്നതിന് മുന്നേയും എഴുതാം, മെയിനിന് ശേഷവും എഴുതാം. മെയിൻ്റെ ബ്രാക്കറ്റ് തുടങ്ങുന്നതിന് മുന്നെയോ ഇവിടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇവിടെ വരും. ഹാഷ് ഇൻക്ലൂഡ് കഴിഞ്ഞിട്ട് ഈ പോർഷനിലായിരിക്കും ഫംഗ്ഷൻ ഡിക്ലറേഷൻ വരുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷന് മുന്നേ ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ എഴുതിയിരിക്കണം. ഡിക്ലറേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, മെയിൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എഴുതിയാലും പ്രശ്നമില്ല. അപ്പം പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ എപ്പോഴും നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തൊട്ടായിരിക്കും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്തു വന്നു, ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു വന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫംഗ്ഷൻ കോൾ കണ്ടു. ഫംഗ്ഷൻ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഏത് ഫംഗ്ഷനെയാണോ കോൾ ചെയ്തിരിക്കുന്നത് ആ കോൾഡ് ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പോകും. കൺട്രോൾ തിരിച്ച് ഏത് ഫംഗ്ഷനിലേക്ക് പോകും. ഫംഗ്ഷനിൽ പോയിട്ട് ഇവിടുത്തെ എല്ലാ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യും. ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, റിട്ടേൺ എഴുതിയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ നേരെ തിരിച്ചു വരും, ഈ ഫംഗ്ഷന് തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോരും. ഇനി ഫംഗ്ഷനിൽ റിട്ടേൺ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷനിലെ ഈ ക്ലോസിംഗ് ബ്രേസസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കൺട്രോൾ നേരെ ഇങ്ങോട്ടേക്ക് പോരും. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ രണ്ട് രീതിയിൽ നമുക്കൊരു ഫംഗ്ഷനിൽ നിന്ന് കോളിംഗ് ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരാം. ഒന്ന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫംഗ്ഷനിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കൺട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങോട്ട് പോരും, കോളിംഗ് ഫംഗ്ഷനിലേക്ക് പോരും. ഈ രീതിയിലാണ് ഫംഗ്ഷൻ ഒരു എക്സിക്യൂഷൻ നടക്കുന്നത്. മെയിനിൽ നിന്ന് ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരും. ഫംഗ്ഷൻ നെയിം എത്തിക്കഴിഞ്ഞ് കഴിയും, ഫംഗ്ഷൻ കോൾ കണ്ടു കഴിയുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കിടക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യും. ഒന്നുകിൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കൺട്രോൾ നേരെ തിരിച്ച് മെയിൻ ഫംഗ്ഷൻ നമ്മൾ എവിടെയാണോ നിർത്തിയത് ആ പോർഷനിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ അവിടെ അതിന്റെ തന്നെ വേറൊരു എക്സാമ്പിൾ റിട്ടേൺ വാല്യൂ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ആഡ് നമ്പേഴ്സിന്റെ കോഡാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, മെയിൻ കഴിഞ്ഞിട്ട് താഴെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് 3 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് stdio.h കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്തു. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആദ്യം കിടക്കുന്ന ഇന്റ് എന്ന് പറയുന്നത് റിട്ടേൺ വാല്യൂ ആണ്, രണ്ടാമത് കിടക്കുന്നത് ഫംഗ്ഷന്റെ പേരാണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പാരാമീറ്റർ ലിസ്റ്റ് ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, 2 വേരിയബിൾസ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. അപ്പൊ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും നമുക്ക് എത്ര വാല്യൂസ് തന്നെ കൊടുക്കണം, 2 വാല്യൂസ് തന്നെ നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി, മെയിൻ്റെ അകത്ത് നമ്മൾ വാല്യൂസ് ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആഡ് നമ്പേഴ്സ് എന്ന് ഫംഗ്ഷന്റെ പേര് പറഞ്ഞു, എന്നിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് ചെയ്തു, n1 n2. ഇതിൽ n1 n2 നമ്മൾ നേരത്തെ 10 15 എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ പാസ് ചെയ്യുമായിരുന്നു. ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് n1 n2 എന്ന് പറഞ്ഞ് 2 വേരിയബിൾ ഉണ്ടായിരിക്കും. ആ വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ അങ്ങോട്ട് പാസ് ചെയ്തു, ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തു. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിയുമ്പോഴേക്കും കൺട്രോൾ എങ്ങോട്ട് പോകും, ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വരും. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷന്റെ അകത്ത് ഇത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ആഡ് നമ്പേഴ്സ് ആണെങ്കിൽ a+b സം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവിടെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ ടൈപ്പ് ഇന്റീജർ ആണ്. അപ്പൊ എന്ത് ചെയ്തു, റിസൾട്ട് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ വാല്യൂ എങ്ങോട്ട് വരും, തിരിച്ച് ഈ ആഡ് നമ്പേഴ്സ് എന്നുള്ള ഇവിടെ വരും. ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ സം എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. നമ്മൾ റിട്ടേൺ ചെയ്ത വാല്യൂ ഇവിടെ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, ആ റിട്ടേൺ ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഈ രീതിയിലാണ് ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷനിൽ വാല്യൂ റിട്ടേൺ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഫംഗ്ഷൻ വിത്തൗട്ട് റിട്ടേൺ വാല്യൂ. ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എടുക്കുക, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നില്ല, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ടൈപ്പ് എന്തായിരിക്കണം, റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കണം, വോയിഡ് ആയിരിക്കണം. വോയിഡ് എന്ന് എഴുതി
പിന്നെ അതിൻ്റെ കോഡ് എഴുതുക. ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി ഏത് ടൈപ്പിലുള്ള വാല്യൂ, ഇൻറ്റീജർ, ലോങ്, ക്യാരക്ടർ, ഫ്ലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, വാല്യൂ ഏതാണോ റിട്ടേൺ ചെയ്യുന്നത് അത് പറയുക. ഇവിടെ 10 എന്നുള്ള വാല്യൂ ഡയറക്റ്റ് ആയിട്ടാണ് പാസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ എഴുതിയ പോലെ ഏതെങ്കിലും വേരിയബിളിലെ വാല്യൂ റിട്ടേൺ ചെയ്യാം. ഇനി 10 ഇൻറ്റീജർ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ടൈപ്പ് എന്താണ്, ഇന്റ് ആണ് അതിന്റെ ടൈപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന വേറൊരു കാര്യം, ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് ഒരു കോൾഡ് ഫംഗ്ഷനിലേക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ആ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വാല്യൂസും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ആ വാല്യൂസ് എങ്ങനെ പാസ് ചെയ്യാം, ഒരു കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് ഒരു കോൾഡ് ഫംഗ്ഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഒരു സബ് ഫംഗ്ഷനിലേക്ക് എങ്ങനെ വാല്യൂ പാസ് ചെയ്യാം എന്ന് ഉള്ളതിന് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് കോൾ ബൈ വാല്യൂ ഉണ്ട്, കോൾ ബൈ റെഫറൻസ് ഉണ്ട്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. അന്നേരം നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ്, 2 തരത്തിലുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഫോർമൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ്. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ഒരു ഫംഗ്ഷൻ കോളിൽ കിടക്കുന്ന ആർഗ്യുമെന്റ്സിനെയാണ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോളിലുള്ള ആർഗ്യുമെന്റ്സിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കിടക്കുന്ന പാരാമീറ്റർ ലിസ്റ്റിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ കിടക്കുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇവിടെ ഇന്റ് എക്സ് കോമ ഇന്റ് വൈ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ എക്സും വൈയും എന്താണ്, ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ്. ഇവിടെ ഫംഗ്ഷൻ കോൾ ആണ് കിടക്കുന്നത്. ഫംഗ്ഷന്റെ പേര് പറഞ്ഞ് നമ്മൾ വാല്യൂസ് പാസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്പർ 1 കിടക്കുന്നത് 25ഉം നമ്പർ 2 47ഉം ആണ് കിടക്കുന്നത്. അപ്പം ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളിലുള്ള പാരാമീറ്റേഴ്സ് ആണ്. ഇനി ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫംഗ്ഷൻ കോളിൽ കിടക്കുന്ന പാരാമീറ്റേഴ്സിലെ വാല്യൂ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് കോപ്പി ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഇത് രണ്ടും 2 ആണ് കേട്ടോ. നമ്പർ 1 എന്ന് പറയുന്നതും എക്സ് എന്ന് പറയുന്നതും 2 വേരിയബിൾ ആണ്. ഇനി ഈ നമ്പർ 1 ഇവിടെ നോക്കുക, ഇവിടെ 2 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, നമ്പർ 1ഉം നമ്പർ 2. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എന്തുണ്ടാവണം, 2 എണ്ണം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം, ഇന്റെ എക്സും വൈയും. ആദ്യം കിടക്കുന്ന ആക്ച്വൽ പാരാമീറ്റർ ഏതാണ്, നമ്പർ 1 ആണ്. ഇവിടെ ആദ്യം കിടക്കുന്ന വേരിയബിൾ ഏതാണ്, എക്സ് ആണ്. അപ്പൊ നമ്പർ 1 എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ എക്സിലേക്ക് കോപ്പി ചെയ്യും. ഇവിടെ എക്സിലേക്ക് കോപ്പി ചെയ്യും. അപ്പൊ നമ്പർ 1 ഏതാണ്, 25 ആണ്. അതുകൊണ്ട് നമുക്ക് എക്സിൽ ഏത് വാല്യൂ കിട്ടും, 25 എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെയാണെങ്കിൽ നമ്പർ 2 രണ്ടാമത്തെ വാല്യൂ, ഇവിടെ രണ്ടാമത്തെ പാരാമീറ്റർ നമ്പർ 2 ആണ്. ആ വാല്യൂ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കിടക്കുന്ന രണ്ടാമത്തെ പാരാമീറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം നമ്പർ 2 എന്ന് പറയുന്നത് ഇവിടുത്തെ വൈയിലേക്ക് വരും. വൈയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ 47, ആ 47 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും, ഈ വൈ എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ ഇവിടെ എക്സിൽ 25ഉം കിട്ടും, വൈയിൽ 47 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പം ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഫോർമൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫംഗ്ഷൻ കോളിൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനാണ്, വാല്യൂ റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എക്സും വൈയും എന്താണ്, ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ്. നമ്പർ 1ഉം നമ്പർ 2ഉം ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സിലെ വാല്യൂ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വാല്യൂസ് തന്നെ നമ്മൾ എവിടെ പാസ് ചെയ്തിരിക്കണം, ഫംഗ്ഷൻ കോൾ വഴി നമ്മൾ പാസ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ഫംഗ്ഷന്റെ 3 കാര്യങ്ങൾ പഠിച്ചു. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എങ്ങനെയാണ് എഴുതുന്നത്, ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങനെയാണ് എഴുതുന്നത്, ഫംഗ്ഷൻ കോൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കി ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂസ് പാസ് ചെയ്യണം. ഇത് കാണുന്നത് ഒരു 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണാനുള്ള ഒരു സി പ്രോഗ്രാം ആണ്. ഇതിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും, ഇതൊരു കംപ്ലീറ്റ് പ്രോഗ്രാം ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് സഹിതം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതിയിട്ടുണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, ഫംഗ്ഷൻ കോളും
എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണാനുള്ള പ്രോഗ്രാമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നോക്കിയാൽ മനസ്സിലാകും. അതിൽ റിട്ടേൺ ചെയ്തിരിക്കുന്ന വാല്യൂ ഇൻറ്റീജർ ആണ്. ഫംഗ്ഷന്റെ പേര് പ്രൊഡക്റ്റ് ആണ്. അതിൽ 2 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എക്സും വൈയും. ഫംഗ്ഷൻ ഡെഫിനിഷനിലും നമ്മൾ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ, പ്രൊഡക്റ്റ്, പിന്നെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, വാല്യൂ ഉണ്ട്. അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഈ 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്, എക്സും വൈയും. ഇനി മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ ആദ്യമേ തന്നെ നമുക്ക് എ ബിയും വാല്യൂ പാസ് ചെയ്ത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എയും ബിയും സിയും എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിൾസ് ആണ്. എയുടെയും ബിയുടെയും വാല്യൂ, എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 5. എയുടെയും ബിയുടെയും വാല്യൂ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നു. ഫംഗ്ഷനെ കോൾ ചെയ്ത് ആ കിട്ടിയ വാല്യൂ നമ്മൾ ഏത് വേരിയബിളിൽ സ്റ്റോർ ചെയ്തു, സി എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിയുടെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്തു. റിട്ടേൺ 0. ഇപ്പൊ ഇവിടെ മെയിൻലി ഇൻഡ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കി മനസ്സിലാക്കുക. ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് ഫംഗ്ഷൻ ഹെഡർ. അതിന്റെയും കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഫംഗ്ഷൻ ഹെഡർ എന്നുള്ളത് അങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതും വായിച്ച് മനസ്സിലാക്കുക. ഇനി കംപ്ലീറ്റ് പ്രോഗ്രാം ഫ്ലോ എങ്ങനെയാണ് വരുന്നതെന്നും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് അതൊരു നമ്പറിന്റെ സ്ക്വയർ കാണാനുള്ള എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 4 എന്നുള്ള വാല്യൂ ആണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 4 എന്നുള്ള വാല്യൂ n1 എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതിന്റെ സ്ക്വയർ കാണും. തിരിച്ച് ആ വാല്യൂ എക്സിൽ സ്റ്റോർ ചെയ്യുന്നു. തിരിച്ച് എക്സ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ആ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ നം എന്നുള്ള വേരിയബിളിലേക്ക് കോപ്പി ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ എഴുതി. മെയിൻ ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, കൺട്രോൾ ഫ്ലോ അല്ലെ, when control comes inside main function execution of main starts. അപ്പൊ മെയിൻ ഫംഗ്ഷന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നത്. ഇനി ഈ ലൈനിൽ നം is equal to square of 4 എന്നുള്ളതിലാണ് നമ്മൾ എന്ത് വന്നിരിക്കുന്നത്, ഫംഗ്ഷൻ കോൾ വന്നിരിക്കുന്നത്. നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ 4 ആണ്. ഫംഗ്ഷന്റെ പേര് സ്ക്വയർ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കൺട്രോൾ എങ്ങോട്ട് പോകും, 4 എന്നുള്ള വാല്യൂ ഈ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക്, ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ഫസ്റ്റ് വേരിയബിൾ n1 എന്നുള്ള വേരിയബിളിലേക്ക് ഈ 4 എന്നുള്ള വാല്യൂ കോപ്പി ചെയ്യും. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫംഗ്ഷൻ ഡെഫിനിഷന്റെ അകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് 4 എന്നുള്ള വാല്യൂ n1 കിട്ടും. n1ഉം തമ്മിൽ സ്ക്വയർ ചെയ്ത് റിസൾട്ട് 16 കിട്ടും. അത് x എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ആ വാല്യൂ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിയുമ്പോഴേക്കും അത് എന്ത് ചെയ്യും, നേരെ തിരിച്ച് അതിനെ കോൾ ചെയ്ത ഫംഗ്ഷനിലേക്ക് പോകും. ഇവിടെ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇവിടെ ഈ നം എന്നുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. അടുത്ത നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ പിന്നെ നടക്കുന്നത് ഇതിന്റെ തൊട്ട് താഴത്തോട്ട് ലൈനിലേക്കാണ്. ലൈനിൽ വന്നു കഴിഞ്ഞു പ്രിന്റ് ഓഫ് നമ്മിന്റെ വാല്യൂ പ്രിന്റ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫംഗ്ഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇത് ഫുൾ ആയിട്ടും തന്നെ പഠിക്കുക. അത് മൊത്തം നോക്കി കഴിഞ്ഞാൽ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് എല്ലാവരും ഐഡിയയും കിട്ടും. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കുക, ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കുക, ഫംഗ്ഷൻ എങ്ങനെയാണ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതെന്ന് നോക്കുക. പിന്നെ ഈ ഫ്ലോ എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. വാല്യൂ പാസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ വാല്യൂ ഇവിടെ സ്പെസിഫൈ ചെയ്യുക. വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ വോയിഡ് എന്ന് കൊടുത്താലും മതിയാകും. അപ്പോൾ ഈ ക്ലാസ് നന്നായിട്ട് നോക്കിയിട്ട് ഈ എക്സാമ്പിൾസ് ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് ഈ എക്സാമ്പിൾസ് തന്നെ യൂസ് ചെയ്തിട്ട് നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.